ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂലൈ 1 ബുധൻ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ മംഗളവാർത്തയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. സുഹൃത്തേ, മനുഷ്യനെ തേടി എത്തുന്ന ദൈവം. എന്തിനു വേണ്ടിയാ ദൈവം എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ചോദിക്കുകയാണ്, ദൈവിക പദ്ധതിയിൽ നിനക്ക് സഹകരിക്കാമോ? ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം മറിയത്തിന് മുമ്പ് വെളിപ്പെടുത്തി കൊടുത്തിട്ട് മറിയത്തിൻ്റെ സഹകരണം ദൈവം ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട് നാം കാണുക, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ആമേൻ പറയുന്ന മറിയത്തെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ പൂർത്തീകരിക്കട്ടെ. എന്തൊക്കെയാണോ ദൈവമേ നീ വിഭാവനം ചെയ്യുന്നത്, അതിൻ്റെ ആഴവും പരപ്പൊന്നും എനിക്കറിയണ്ട. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദാസൻ, എന്നെ തന്നെ വിട്ടുതരിക. നീ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടട്ടെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സുഹൃത്തെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്തയാണ് ഈ സമർപ്പണത്തിൽ കാണുക. ഒന്ന് പറയാനുണ്ട് സുഹൃത്തെ, നിന്റെ ജീവിതത്തിലൂടെ ദൈവം ചില പ്രവർത്തികൾ, പദ്ധതികൾ പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തിൽ നന്മ കൊണ്ടുവരുവാനായിട്ട്, നിന്റെ ചുറ്റുപാടിൽ നന്മ വിതരുവാനായിട്ട്, നിന്റെ ചുറ്റുമുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവവേദ്യമാക്കുവാൻ വേണ്ടി നിന്നിലൂടെ പ്രവർത്തിക്കുവാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ദൈവം നിന്നോട് ചോദിക്കുക, ഹലോ ചങ്ങാതി, എൻ്റെ ഈ പ്രവൃത്തിയിൽ നീ എന്നോടൊത്ത് സഹകരിക്കാമോ? ഇനിയാണ് നിന്റെ ഉത്തരം. ദൈവമേ, പദ്ധതികൾ എനിക്കറിയത്തില്ല, നീ പ്രവർത്തിക്കാൻ പോകുന്ന രീതികൾ എനിക്കറിയത്തില്ല, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഞാൻ എന്നെ തന്നെ വിട്ടുതരാം. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ പ്രവർത്തിച്ചോ. ഞാൻ അയോഗ്യനാണ്, ഞാൻ വെറും ദാസനാണ്, ദാസിയാണ്. ദൈവമേ, നീ പ്രവർത്തിച്ചോ, ഞാനിതാ വിട്ടുതരുന്നു. അവിടെ നിന്റെ ദൈവം പ്രവർത്തിക്കും. സുഹൃത്തെ, അങ്ങനെ വിട്ടുകൊടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട്, നിന്റെ പദ്ധതികൾക്കായിട്ട് സ്വയം വിട്ടുകൊടുക്കുവാൻ എൻ്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.